നാവികസേന പിടികൂടിയ 35 സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ മുംബൈയിൽ എത്തിച്ചു എന്ന വാർത്ത വരുന്നു. എമ്മി റൂബൻ എന്ന ചരക്ക് കപ്പൽ തട്ടിയെടുത്തവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കുറച്ചധികം കാലമായി കടൽ യാത്ര ചെയ്യുന്ന ആളുകളെ, പ്രത്യേകിച്ച് ചരക്ക് കപ്പലുകളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വരുതിയിലാക്കിയിട്ട് വലിയ വലിയ ധനത്തിനും കോമ്പൻസേഷനും വേണ്ടി വിലപേശുന്നത് ഈ സൊമാലിയൻ കൊള്ളക്കാരുടെ ഏറ്റവും വലിയ പരിപാടിയായിരുന്നു. അതാണിപ്പോൾ യഥാർത്ഥം നമ്മുടെ നാവികസേന തകർത്തെറിഞ്ഞിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥം നമുക്ക് അഭിമാനമുള്ള ഒരു നിമിഷമാണ്. ഇത്രയധികം കടൽ കൊള്ളക്കാരെ ഒന്നിച്ച് പിടിച്ച് മുംബൈയിൽ കൊണ്ടുവന്നു. വിവരങ്ങൾ. തീർച്ചയായും എസ് കെ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു ദിവസമാണ്. മാരിടൈം സെക്യൂരിറ്റി മേഖലയിൽ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടം, അതിൻ്റെ ഒരു തെളിവാണ് എനിക്ക് പുറകിൽ കാണുന്നത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗം പോകാം. 35 കടൽ കൊള്ളക്കാരാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സൊമാലിയൻ തീരത്ത് നിന്ന് ഏതാണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തീരത്ത് നിന്ന് 2600 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലായ INS കൊൽക്കത്ത പിടിച്ചു കൊണ്ടുവന്ന സൊമാലിയൻ കടൽ കൊള്ളക്കാർ 35 പേർ, അവരെയാണ് ഇപ്പോൾ മുംബൈയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബർ 14 MV റൂവൻ എന്ന ചരക്ക് കപ്പലിനെ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ ആക്രമിക്കുന്നതും അത് പിടിച്ചെടുക്കുന്നതും പിന്നീട് അവർ കപ്പലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പോവുകയായിരുന്നു. ഇന്ത്യൻ നാവികസേന രംഗത്തിറങ്ങുന്നു, കപ്പൽ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഡ്രോൺ അടക്കം, യുദ്ധക്കപ്പലടക്കം, പെട്രോളിംഗ് വെസലായ INS സുഭദ്ര അടക്കം രംഗത്തിറക്കിക്കൊണ്ട് ഇന്ത്യൻ നേവി ഓപ്പറേഷൻ തുടങ്ങുന്നു. പക്ഷേ അവർക്ക് നേരെ ഡ്രോണുകൾ ഈ കടൽക്കൊള്ളക്കാർ വെടിവെച്ച് താഴേക്കിട്ടു. ഇന്ത്യൻ നാവികസേന ഈ INS കൊൽക്കത്തയ്ക്ക് നേരെ വെടിയുതിർത്തു. അതിനുശേഷം ഒരു 40 മണിക്കൂറോളം നീണ്ടുനിന്ന ഓപ്പറേഷൻ ഈ മാസം, അതായത് മാർച്ച് 14 തീയതി തുടങ്ങിയ ഓപ്പറേഷനാണ് 16 തീയതിയോടെ അത് പൂർത്തിയാക്കുന്നു. 35 കടൽക്കൊള്ളക്കാരെയും പിടികൂടുന്നു. ഹെലികോപ്റ്ററിൽ മറൈൻ കമാൻഡോസിനെ എയർ ഡ്രോപ്പ് ചെയ്താണ് ഇവരെ കീഴ്പ്പെടുത്തിയത്. ഈ ദൃശ്യങ്ങളിലും കാണാം, കമാൻഡോസും ഉണ്ട് ഇവരോടൊപ്പം തന്നെ. ഏതായാലും മുംബൈയിലെ യെല്ലോ ഗേറ്റ് പോലീസിനാണ് ഇവരെ കൈമാറുന്നത്. സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. നേരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് വൈദ്യ പരിശോധനയുണ്ട്. കുറച്ചധികം സമയം എടുത്തു ഇവരെ കപ്പലിൽ നിന്ന് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട്. കാരണം ഇവർക്ക് പാസ്പോർട്ടോ മറ്റ് രേഖകളോ ഒന്നും തന്നെയില്ല. എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കുറച്ച് ദീർഘമുള്ളതാണ്. അതൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും, കസ്റ്റഡി അപേക്ഷ അടക്കം നൽകും. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും 2011 കാലത്താണ് ഈ കടൽ കൊള്ളക്കാരുടെ ഒരു പ്രശ്നം സൊമാലിയൻ തീരത്ത് വ്യാപകമായി ഉണ്ടായത്. പക്ഷേ പിന്നീട് കുറേ കാലങ്ങളിൽ അത് ഇങ്ങനെ കുറഞ്ഞു വന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ അറബിക്കടലിൽ വലിയ തോതിൽ കൊള്ളക്കാരുടെ ആക്രമണം കപ്പലുകൾക്ക് നേരെ ഉണ്ടായി. അതേ തുടർന്നാണ് INS കൊൽക്കത്തയെ ഇത്തരമൊരു ദൗത്യത്തിന് വേണ്ടി ഇന്ത്യൻ നാവികസേന നിയോഗിക്കുന്നതും MV റൂവൻ എന്ന കപ്പൽ തിരിച്ചു പിടിക്കുന്നത്. കപ്പലുണ്ടായിരുന്ന ഏതാണ്ട് 17ഓളം തൊഴിലാളികളുണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു. വിവിധ രാജ്യക്കാർ, ബൾഗേറിയ, മ്യാൻമർ അടക്കമുള്ള, അങ്കോള അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ, ഇവർ ഇപ്പോൾ കപ്പലിനൊപ്പം തന്നെ പോയിട്ടുണ്ട്. അതായത് അവരെയും കപ്പലിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അവരെ ഇപ്പോൾ ഒമാനിലേക്ക്, അവർ നേരത്തെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. അവിടെയും ഇന്ത്യൻ സേനയുടെ സഹായമുണ്ട്. INS സുഭദ്ര എന്ന പെട്രോളിയം വെസൽ അവർക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് ഇനിയൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ, സുരക്ഷ ഇന്ത്യൻ നാവികസേന തന്നെ നൽകുന്നു. ലോകത്താകെയുള്ള മാരിടൈം സെക്യൂരിറ്റി രംഗത്ത് സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളെക്കാൾ ഏറെയൊക്കെ മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കഴിയുന്നു എന്നതുകൂടി ഈ സംഭവത്തെ കൂടുതൽ അഭിമാനകരമാക്കി മാറ്റുന്നുണ്ട്. ഏതായാലും നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒരു രംഗമാണ് INS കൊൽക്കത്ത ഇപ്പോൾ മുംബൈയിലേക്ക് ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ എത്തിച്ചിരിക്കുന്നത്. 35 കടൽക്കൊള്ളക്കാരാണ് ആകെ ഇതിൽ ഉള്ളത്. ഇനിയിപ്പോൾ പോലീസിന് കൈമാറുന്ന നടപടികളാണ് പുരോഗമിക്കേണ്ടതും. താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താലും സൊമാലിയൻ കടൽ കൊള്ളക്കാരായ 35 പേരെ നമ്മുടെ നേവി കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ്. INS കൊൽക്കത്ത എന്ന കപ്പൽ മുംബൈയിൽ ഇവരുമായി എത്തിച്ചേർന്നു. ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഇന്ത്യൻ നേവിക്കത്. കാരണം ലോകരാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന കടൽ കൊള്ളക്കാരാണ്. അതുപോലെ നല്ലൊരു സംഘം ആൾക്കാരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്.